ഒഡീഷയിലെ മലയാളി വൈദികർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാണ്. അക്രമികൾക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് സഭകളുടെ ആവശ്യം. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, കടുത്ത ഭാഷയിലാണ് ആക്രമണത്തെ സഭാ നേതൃത്വമൊക്കെ അപലപിച്ചിരിക്കുന്നത്. ഇനിയൊരു നടപടിയെടുക്കണമെന്നുള്ള ആവശ്യമൊക്കെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് സഭാ നേതൃത്വം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് സഭാ നേതൃത്വം തയ്യാറെടുക്കുന്നത്? അരവിന്ദ്, ജിൻസി, ശക്തമായ പ്രതിഷേധം നടത്തണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് അക്രമികൾക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. അതേസമയം പാർലമെന്റ് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതിനൊരു അനുകൂല നിലപാട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ജാർഖണ്ഡിലെ ഇത്തരത്തിൽ ദുർഗിന് പിന്നാലെയാണ് ഇപ്പോൾ ഒഡീഷയിലും സമാനമായ രീതിയിൽ വൈദികർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അല്പം തലനാരിഴയ്ക്കാണ് കന്യാസ്ത്രീകളടക്കം വലിയ രീതിയിലുള്ള ബജറംഗദളിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടിയെടുത്ത് ഇവർക്കെതിരെ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും സംഭവം രേഖാമൂലം കളക്ടറെ അറിയിക്കുവാനാണ് ഇപ്പോൾ ബാലസോറിലെ സഭാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഭയമാണ്. കാരണം ഇത്തരത്തിൽ ബജറംഗദളുമായി ഒരു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും അവരെ ഇത്തരത്തിൽ ബജറംഗദളിന്റെ ആക്രമണത്തിന് ഇരയാക്കുമോ എന്ന ഭയം കൂടി അവർക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൂടിയാലോചനയ്ക്ക് ശേഷം ഏത് തരത്തിലുള്ള നിയമ നടപടിയാണ് വേണ്ടെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉടനുണ്ടാകും.